നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയെ പറ്റിയുള്ള ഒരു പഠനം, അതാണ് ഡ്യൂ ഡിലിജൻസ്, അത് നടത്തിയിരിക്കണം. നമസ്കാരം. നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അത് ചിലപ്പോൾ കമ്പനികളിൽ ഏതെങ്കിലും നമ്മൾ ഷെയർ ഹോൾഡിംഗ് ഇല്ലാത്ത കമ്പനിയിലാകാം, നമ്മൾ രജിസ്റ്റേർഡ് പാർട്ണർ അല്ലാത്ത കമ്പനിയാകാം. ആ കമ്പനിയിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ആ കമ്പനിക്ക് ശരിയായ ബിസിനസ്സുള്ള കമ്പനിയാണ്, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു പ്രോജക്റ്റ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റോ അവർക്കൊരു ഫണ്ട് ആവശ്യമായിട്ട് വരും, എമർജൻ്റായിട്ട് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പലരും പല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് തിരിച്ചു ലഭിക്കാതെയും അതിൻ്റെ ലാഭം ലഭിക്കാതെയും കമ്പനി നഷ്ടത്തിലാണെന്നുള്ള കാരണം പറഞ്ഞ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തവരെ ഒരു പിരിച്ചുവിടുന്ന ഒരവസ്ഥയും അത് അവസാനം കേസുകളിലേക്ക് കലാശിക്കുന്ന അവസ്ഥയും പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ സൈലന്റ് പാർട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു ജോയിന്റ് വെഞ്ചറിലെ ഒരു പാർട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലോൺ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് നമ്മൾ പറയുന്ന. സാധാരണഗതിയിൽ എപ്പോഴും ആ കമ്പനിയെ പറ്റി, ഏത് കമ്പനിയിലേക്കാണോ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയെ പറ്റിയുള്ള ഒരു പഠനം, അതാണ് ഡ്യൂ ഡിലിജൻസ്, അത് നടത്തിയിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ആദ്യം പരിശോധിക്കേണ്ടത് ആ കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് നമ്മൾ വാങ്ങിക്കുക. ആ കമ്പനിയുടെ ട്രേഡ് ലൈസൻസിൽ ആരാണ് മാനേജർ എന്നുള്ളത് മനസ്സിലാക്കുക, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ആ കമ്പനിയുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്നുവരെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ആ കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ആയാലും മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് ആയാലും സൈൻ ചെയ്യാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കുക, ആ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും മനസ്സിലാക്കുക, ആ കമ്പനിയുടെ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ 1-2 മുൻ വർഷങ്ങളിലെ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ ബാലൻസ് ഷീറ്റും മറ്റു കാര്യങ്ങളും നമുക്ക് മേടിച്ചിട്ട് നമുക്ക് ഡ്യൂ ഡിലിജൻസ് നടത്താം. ഈ കമ്പനി പ്രോഫിറ്റിൽ പോകുന്ന കമ്പനിയാണോ അതേ ലോസിൽ പോകുന്ന കമ്പനിയാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ആ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ്, ഏതൊക്കെ ബാങ്കുമായിട്ട് ആ കമ്പനിക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്, എത്രത്തോളം ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആ കമ്പനിക്ക് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡ്യൂ ഡിലിജൻസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയായി പഠിച്ച് വ്യക്തമായിട്ട് നല്ലവണ്ണം പോകുന്ന ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.